യെസ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എല്ലാവരും മിറാക്കിൾ മോർണിംഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഞാൻ എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് ആൻഡു, സ്ഥലം തൃശ്ശൂരിൽ നിന്നാണ് ജോയിൻ ചെയ്യുന്നത്. നമുക്കറിയാം, നല്ലൊരു മെഡിറ്റേഷൻ നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ചെയ്യാൻ സാധിച്ചു എന്ന് കരുതുന്നു. കാരണം ഓരോ ദിവസവും മിറാക്കിൾ മോർണിംഗിന്റെ ഈ പ്ലാറ്റ്ഫോമിലൂടെ, ഈ മെഡിറ്റേഷനിലൂടെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ നല്ലൊരു മനസ്സും മൈൻഡ് സെറ്റും എല്ലാ ദിവസവും നമുക്ക് ഓരോ ദിവസവും നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളിൽ പ്രവൃത്തികളിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമും കൂടിയാണ് മിറാക്കിൾ മോർണിംഗ്. നമുക്കറിയാം, നമ്മൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സ്ഥിരമായി അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ, നമ്മുടെ പ്രവർത്തന മേഖലകളിലും ഓവറോൾ ഒരു നല്ലൊരു വ്യക്തിത്വത്തിന് നല്ലൊരു ഉടമയായി മാറാൻ നമ്മളെല്ലാവരെയും സഹായിക്കുന്ന ഒരു പ്രോഗ്രാമും കൂടിയാണ് മിറാക്കിൾ മോർണിംഗ്. നമ്മളെല്ലാവരും മിറാക്കിൾ മോർണിംഗിൽ സ്ഥിരമായിട്ട് അറ്റൻഡ് ചെയ്യുക, ശരിയായ രീതിയിൽ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നമ്മുടെ സ്വപ്നങ്ങൾ ഫോക്കസ് ചെയ്ത് നമ്മുടെ ലൈഫിൽ ഒരുപാട് സക്സസിലേക്ക് എത്താൻ നമ്മളെല്ലാവരെയും സർവേശ്വരൻ സഹായിക്കട്ടെ. അതിനുള്ള നമ്മളെ മാറ്റിയെടുക്കുന്ന ഒരു പ്രോഗ്രാമും കൂടിയാണ് മിറാക്കിൾ മോർണിംഗ്. എല്ലാ ദിവസവും നമ്മളും നമ്മുടെ കൂടെ വന്നിട്ടുള്ള നമ്മുടെ സഹപ്രവർത്തകരെയും നമ്മളെല്ലാ പരിചയമുള്ള എല്ലാവരെയും മിറാക്കിൾ മോർണിംഗിലേക്ക് കണക്ട് ചെയ്യുക. അങ്ങനെ നമ്മളിലൂടെ ഒരുപാട് വ്യക്തികളിലേക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമും കൂടിയാണ് മിറാക്കിൾ മോർണിംഗ്. നമ്മളെല്ലാവരും സ്ഥിരമായിട്ട് മിറാക്കിൾ മോർണിംഗ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അതിന് എല്ലാവരെയും, അതുപോലെ നമ്മുടെ ലൈഫില് നമ്മുടെ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾ പിക്ചറൈസ് ചെയ്യാനും വെർബലൈസ് ചെയ്യാനും അത് നേടിയെടുക്കുമ്പോൾ നമ്മുടെ ആ സക്സസിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ആ ഒരു ഫീലിംഗ്, എനർജി എല്ലാം നമുക്ക് മിറാക്കിൾ മോർണിംഗിന്റെ ഈ പ്ലാറ്റ്ഫോമിലൂടെ നേടിയെടുക്കാൻ സാധിക്കും. അതിനെല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ്. നമുക്കറിയാം, രണ്ടാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ CEP ആണ്. നമുക്കറിയാം, നമ്മൾ ഓരോ ദിവസവും നമ്മുടെ വിന്നിംഗ് ടീമിന്റെ ലീഡേഴ്സിൽ നിന്ന് നമുക്ക് ഒരുപാട് പുതിയ പുതിയ അറിവുകളാണ്. അത് ചിലപ്പോൾ ലൈഫിലായിരിക്കാം, ജീവിതത്തിലും ഒരുപാട് ഉപകാരപ്പെടും, നമ്മുടെ ബിസിനസ്സിലും നമുക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരുപാട് പുതിയ അറിവുകളാണ് നമുക്ക് ഓരോ ദിവസവും ഈ CEP-യിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് വിന്നിംഗ് ടീമും വെസ്റ്റേജുമായി കണക്ട് ചെയ്തുകൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വലിയൊരു വ്യക്തിത്വത്തിന് ഉടമയായ ഒരു വ്യക്തിയാണ് നമുക്കിന്ന് നമ്മളോടൊപ്പം ഇന്ന് നമുക്ക് അറിവ് പകർന്നു തരുന്നതിന് വേണ്ടി എത്തിച്ചേർന്നത്. നമുക്കറിയാം, അദ്ദേഹം ഒരു ഡെപ്യൂട്ടി തഹസിൽദാറായിട്ട് റിട്ടയർ ചെയ്തു. അവിടുന്ന് ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ ഏകദേശം ഒരു 25 വർഷത്തിന് മേലെ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിത്വമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാം വെസ്റ്റേജിലെ ഗുരു കാരണവരായിട്ടുള്ള ഭരതേട്ടനാണ്. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ ഞാൻ ഭരതേട്ടനെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ എല്ലാവരും പേരിലും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാണ്. എനിക്ക് അതിലധികം സന്തോഷമുണ്ട് ഭരതേട്ടനെ സ്വാഗതം ചെയ്യാന്ന് പറഞ്ഞാൽ. കാരണം എന്നെ ഈ ബിസിനസ്സിൽ ഇങ്ങനെ മാറ്റിയെടുത്തിട്ടുള്ള, അല്ലെങ്കിൽ എൻ്റെ വ്യക്തിത്വത്തിൽ, എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള, അതിനെ സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ്, എൻ്റെ ഒരു മെന്ററും കൂടിയാണ് ഭരതേട്ടൻ. അപ്പൊ ഭരതേട്ടൻ ഞാൻ അതുപോലെ ഒരുപാട് കുടുംബങ്ങളിലേക്ക്, ഒരുപാട് വ്യക്തികളിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ഭരതേട്ടൻ. അപ്പൊ ഭരതേട്ടനെ നമുക്ക് എല്ലാവരും പേരിൽ ഞാൻ വളരെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യാണ്. പ്ലീസ് വെൽക്കം ഭരതേട്ടൻ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. കാരണം 3 മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ഒരു EDS നടത്തിയിരുന്നു. അതിനുള്ള സ്ട്രെങ്തേ നമുക്കുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഒരു EDS നടത്തിയിരുന്നു. ആ ഒരു EDS-ന്റെ ഫലമായിട്ട് കഴിഞ്ഞ മാസത്തിൽ 4 ക്രൗൺ ഡയറക്ടേഴ്സ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. കോട്ടയത്തു നിന്നൊരു ഉണ്ണികൃഷ്ണൻ, കൊല്ലത്തു നിന്നൊരു കലേഷ് കുമാർ, ഒരു സരോജ, ദെൻ തലശ്ശേരിയിൽ നിന്ന് ഒരു സരോജ. 4 ക്രൗൺ ഡയറക്ടേഴ്സ് ഉണ്ടായിട്ടുണ്ട്. നമ്മളുടെ ടീം വളർന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഒരു EDS നടത്തിയ സ്ഥാനത്ത് ഇത്തവണ നമ്മൾ നടത്താൻ പോകുന്നത് 3 EDS ആണ്. തിരുവല്ലയിലൊന്ന്, കൊരട്ടിയിലൊന്ന്,
തലശ്ശേരിയിൽ ഒന്ന്, 3 EDS ആണ്. ഒന്നിൽ നിന്ന് 3ആയിട്ട്, ക്രൗൺ ഡയറക്ടർ ഒന്നിൽ നിന്ന് 4ആയിട്ട്, EDS ഒന്നിൽ നിന്ന് 3ആയിട്ട് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നു. ആ വളർച്ച എന്നെ ആവേശഭരിതനാകുന്നു. ഐ ആം എക്സൈറ്റഡ്, സൂപ്പർ എക്സൈറ്റഡ്. ഓക്കെ, നമ്മുടെ പ്രവർത്തന മേഖല, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെയും പ്രവർത്തന മേഖല ആയതുകൊണ്ടാണ് ഞാൻ നമ്മുടെ എന്ന് പറഞ്ഞത്. നമ്മുടെ പ്രവർത്തന മേഖല എത്രയൊക്കെ പറഞ്ഞാലും ഒരു ബിസിനസ് ആണെന്നാണ് പറയുക. കഴിഞ്ഞ 26 കൊല്ലമായിട്ട് ഈ പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്ന ഞാൻ മുങ്ങിത്തപ്പി നോക്കിയിട്ട് ഇതിലെവിടെയും ബിസിനസ് കണ്ടെത്തിയിട്ടില്ല. ഞാൻ കണ്ടെത്തിയിട്ടുള്ളത് ഇതിൽ ജീവിതമാണ്, പച്ച ജീവിതമാണ്. പക്ഷേ ഇതിനെല്ലാവരും ബിസിനസ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാനും ബിസിനസ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഞാനും ബിസിനസ് എന്ന് പറയുന്നു. ലോകത്തുള്ള ഏത് ബിസിനസ്സും ചെയ്യുന്നത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ടാണ്. 3 ഇൻഗ്രീഡിയൻസ് ആണ്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ. മഹാഭാഗ്യം, നമ്മൾ ചെയ്യുന്ന ഈ ബിസിനസ്സിന് ലാൻഡും വേണ്ട, ലേബറും വേണ്ട, ക്യാപിറ്റലും വേണ്ട. പക്ഷേ ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. കലമുണ്ടാക്കണമെങ്കിൽ കളിമണ്ണ് വേണം, ചെമ്പ് പാത്രം ഉണ്ടാക്കണമെങ്കിൽ ചെമ്പ് വേണം. അതുപോലെ ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ വേണ്ടെങ്കിൽ അതിന് പകരം എന്തൊക്കെയോ ഇവിടെ വേണം. എന്താണ് വേണ്ടതെന്ന് ചോദിച്ചാൽ 3ന് പകരം 4 വേണം. നോളജ് വേണം, ബിലീഫ് വേണം, കോൺഫിഡൻസ് വേണം, എക്സൈറ്റ്മെൻറ്റ് വേണം. ഇത് 4ഉം ഉണ്ടായിട്ടാണ് ഈ ബിസിനസ് ചെയ്യേണ്ടത്. ഇത് 4ഉം ഉണ്ടെങ്കിലേ ഈ ബിസിനസ് നടക്കുള്ളൂ. ഈ പറഞ്ഞ സംഗതികൾ, നോളജ്, ബിലീഫ്, കോൺഫിഡൻസ്, എക്സൈറ്റ്മെൻറ്റ്, ഇത് 4ഉം ലോകത്ത് ഒരു കടയിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടില്ല. എത്ര കാശ് മുടക്കിയാലും വാങ്ങിക്കാൻ കിട്ടില്ല. പിന്നെന്താണ് ചെയ്യുക? ഒരു കടയിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടില്ല, പക്ഷെ അത് ഒരു കടയിൽ നിന്ന് കിട്ടും. അതാണ് ഈ ബിസിനസ്സിലെ EDS, എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് സെമിനാർ. അവിടെ നിന്ന് ഈ 4ഉം കിട്ടുമ്പോൾ ഒരൊറ്റ സ്ഥലത്തു നിന്ന് തന്നെ കിട്ടും. 4 കടയിൽ അന്വേഷിച്ച് പോകണ്ട, ഒരൊറ്റ സ്ഥലത്ത് നിന്ന് തന്നെ കിട്ടും. നോളജ്, ബിസിനസ് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ളവരെ, അവര് ബിസിനസ് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള ആ രീതികൾ, ആ പ്രവർത്തനങ്ങൾ ഒക്കെ തന്നെ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലയിൽ നിന്ന് യാത്ര ചെയ്ത് വന്ന് നമുക്ക് പറഞ്ഞു തരുന്നു. അങ്ങനെ നോളജ് നമുക്ക് കിട്ടുന്നു. ബിലീഫ്, ഈ ബിസിനസ്സിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ബിസിനസ് ഒരാളുടെ അടുത്ത് പറയുമ്പോൾ 1-on-1 പറയുമായിരിക്കാം, ഒരു ഹോം മീറ്റിങ്ങിലൂടെ പറയുമായിരിക്കാം, ഒരു ചെറിയ ഹാൾ മീറ്റിങ്ങിലൂടെ പറയുമായിരിക്കാം. ലക്ഷങ്ങൾ കിട്ടുന്ന, കോടികൾ കിട്ടുന്ന ബിസിനസ് എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് വരുന്ന ആൾക്കാരുടെ എണ്ണം നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു വിശ്വാസക്കുറവ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ലക്ഷങ്ങൾ, 20,000 30,000 രൂപ വരുമാനം ഉണ്ടാക്കുന്ന ഒരു സർക്കാർ ജോലിക്ക് വേണ്ടിയിട്ട് ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അപേക്ഷ എഴുതി, പരീക്ഷ എഴുതി കാത്തിരിക്കുന്നത്. സെക്രട്ടേറിയറ്റ് നടക്കെ മുട്ടിലെഴഞ്ഞ് സമരം ചെയ്ത് 10,000 20,000 30,000 കിട്ടാൻ തന്നെ ജനങ്ങൾ അത്രയും ചെയ്യാൻ തയ്യാറുള്ളപ്പോൾ ഇവിടെ ലക്ഷങ്ങൾ കോടികൾ കിട്ടുന്ന ബിസിനസ്സിൽ അതുപോലെയുള്ള ആൾക്കാരെ കാണാണ്ടേ ആവുമ്പോൾ, നമ്പർ കാണാണ്ടേ ആവുമ്പോൾ ആൾക്കാർക്ക് വിശ്വാസക്കുറവുണ്ടാവും. എങ്ങനെയാണ് വിശ്വാസം ഉണ്ടാവുക? തീർച്ചയായിട്ടും ബിസിനസ് ചെയ്ത് വിജയിച്ചിട്ടുള്ളവർ പറയുമ്പോഴാണ് വിശ്വാസം ഉണ്ടാവുക. ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഒന്നിച്ചൊന്നായി കാണുമ്പോഴാണ് വിശ്വാസം ഉണ്ടാവുക. EDS എന്ന് പറഞ്ഞാൽ, സാമാന്യ ഒരു EDS എന്ന് പറഞ്ഞാൽ ഒരു 300 പേര് പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് EDS. അതിൽ തന്നെ ഡോക്ടറും എഞ്ചിനീയറും ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും സമൂഹത്തിൽ ഉന്നത ശ്രേണിയിൽ ഉള്ളവരെന്ന് മറ്റുള്ളവർ കണക്കാക്കുന്ന അവരൊക്കെ തന്നെ വരികയും ഈ ബിസിനസ് നല്ലതാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ വിശ്വാസം ഉണ്ടായി വരുന്നു. വിശ്വാസം ഇല്ലാത്തവർക്ക് വിശ്വാസം ഉണ്ടായി വരുന്നു. ദെൻ കോൺഫിഡൻസ്, വിശ്വാസം ഉണ്ടെങ്കിൽ തന്നെയും
നല്ല ബിസിനസ്സാണ്, നല്ല കമ്പനിയാണ്, നല്ല പ്രോഡക്റ്റ്സ് ആണ്, എല്ലാം നല്ലതാണ്. പക്ഷേ ഒരു വിശ്വാസക്കുറവ് ഉണ്ടാവാം. അത്രയും നല്ലതായിട്ടുള്ള എനിക്ക് ചെയ്യാൻ കഴിയുമോ? ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 29 കൊല്ലം ഗവൺമെൻറ് സർവീസിൽ ജോലി നോക്കിയിട്ട് 26 ഇൻക്രിമെൻറ്റും 4 ശമ്പള പരിഷ്കരണവും 3 ഗ്രേഡ് പ്രൊമോഷനും കിട്ടിയിട്ട് 12,000 രൂപ ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ലക്ഷക്കണക്കിന് കിട്ടുന്ന ഈ ബിസിനസ് അവസരത്തെക്കുറിച്ച് കേട്ടത്. 29 കൊല്ലം വർക്ക് ചെയ്തിട്ട് 12,000 രൂപ മാത്രം കിട്ടുക എനിക്ക് അർഹതയുള്ളൂ എങ്കിൽ ആ എനിക്ക് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുമാനം കിട്ടുന്ന ഒരു ബിസിനസ് ചെയ്യാൻ എന്നെക്കൊണ്ട് കഴിയുമോ എന്ന് എൻ്റെ കഴിവിൽ വിശ്വാസക്കുറവ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതെല്ലാവർക്കും തോന്നാം. അങ്ങനെ നമ്മളുടെ കഴിവിൽ നമുക്കുള്ള വിശ്വാസത്തിനെയാണ് മലയാളത്തിൽ ആത്മവിശ്വാസം, ഇംഗ്ലീഷിൽ കോൺഫിഡൻസ് എന്ന് പറയുക. ആ കോൺഫിഡൻസ് ഇല്ലാണ്ട് ഈ കാര്യമെന്നല്ല, ലോകത്ത് ഒരു കാര്യവും കോൺഫിഡൻസ് ഇല്ലാതെ ചെയ്താൽ വിജയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ബിസിനസ് ചെയ്യുന്നവർക്ക് കോൺഫിഡൻസ്, ഇഫ് ഐ ക്യാൻ ഓൾസോ ഡു ഇറ്റ് എന്നുള്ള കോൺഫിഡൻസ് ആവശ്യമാണ്. ഈ EDSൽ പങ്കെടുത്താൽ ആ കോൺഫിഡൻസ് സമൃദ്ധിയായിട്ട് കിട്ടും. എങ്ങനെയാണ് ശരിയായിട്ട് കോൺഫിഡൻസ് കിട്ടുക? ഈ ബിസിനസ് ചെയ്യാൻ എത്ര കണ്ട് എഫർട്ട് ഇടേണ്ടതുണ്ട് എന്നറിയുകയും എന്നെ കൊണ്ട് എത്ര എഫർട്ട് ഇടാൻ കഴിയും എന്നറിയുകയും അത് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് 10 കിലോ എഫർട്ട് ഇടാൻ കഴിയും, ഈ ബിസിനസ്സിന് 9 കിലോ എഫർട്ട് ഇട്ടാൽ മതി. അപ്പം എനിക്ക് പറയാം യെസ് ഐ ക്യാൻ ഓൾസോ ഡു ഇറ്റ്. കാരണം 9 കിലോ എഫർട്ടേ വേണ്ടൂ, എനിക്ക് 10 കിലോ എഫർട്ട് ഇടാൻ കഴിയും. പക്ഷെ ഇത് രണ്ടും നമുക്കറിയില്ല എന്നുള്ളതാണ്. അവനവൻ്റെ കഴിവ് എത്രയുണ്ടാണെന്നുള്ളത് അറിയുന്ന ഒരാളും ഇന്ന് വരെ ലോകത്ത് ഞാൻ കണ്ടിട്ടില്ല. അവനവൻ്റെ കഴിവിനെ കുറിച്ച് തന്നെ അറിവില്ലാതിരിക്കുമ്പോഴേ ബിസിനസ്സിന് എന്ത് എഫർട്ട് ഇടേണ്ടി വരും എന്ന് അതിൻ്റെ ആരംഭഘട്ടത്തിൽ തന്നെ ഒരാൾക്ക് അറിയാൻ കഴിയില്ല. അപ്പോൾ അവനവൻ്റെ കഴിവ് അറിയില്ല, ബിസിനസ്സിന് എത്ര എഫർട്ട് ഇടേണ്ടി വരും എന്ന് അറിയില്ല. അങ്ങനെ വരുമ്പോൾ എനിക്കിത് ചെയ്യാൻ കഴിയുമോ എന്ന് സംശയം ഉണ്ടാകുക, വിശ്വാസക്കുറവുണ്ടാവുക വളരെ വളരെ ന്യായമാണ്. അങ്ങനെയുള്ളവർക്ക് അവനവൻ്റെ കഴിവിൽ തിട്ടപ്പെടുത്താതെയും ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള എഫർട്ട് തിട്ടപ്പെടുത്താതെയും തന്നെ എനിക്കും ഈ ബിസിനസ് ചെയ്യാൻ കഴിയുമെന്നുള്ള ആ കോൺഫിഡൻസ്, ആത്മവിശ്വാസം കിട്ടുന്നത് ഈ ബിസിനസ് ചെയ്തവരെ നമ്മളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ്. ഒരു EDSന് പങ്കെടുത്തു കഴിഞ്ഞാൽ അവിടെ സ്പീക്കറായിട്ട് വരുന്ന ആൾ മിക്കവാറൊക്കെ നമ്മളെക്കാട്ടിലും കഴിവ് കുറഞ്ഞ ആളാവും. അല്ലെങ്കിൽ തന്നെ ആ പങ്കെടുക്കുന്ന ആൾക്കാർ അതിലൊരു റെക്കഗ്നീഷൻ പ്രോഗ്രാം ഉണ്ടാവും. ആ റെക്കഗ്നീഷൻ പ്രോഗ്രാമിൽ സ്റ്റേജിൽ വരുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൽ തീർച്ചയായിട്ടും നമ്മളെക്കാട്ടിലും അറിവോ കഴിവോ പ്രായമോ വിദ്യാഭ്യാസ യോഗ്യതയോ കുറഞ്ഞിട്ടുള്ള ആൾക്കാരെ അച്ചീവ്മെൻ്റ് ഉണ്ടാക്കി കാണുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് കിട്ടുന്നു. ഇഫ് ഹി ഓർ ഷീ ക്യാൻ ഡു ഇറ്റ്, ഐ ക്യാൻ ഓൾസോ ഡു ഇറ്റ്. 6ാം ക്ലാസ്സുകാരി ഐഷ താത്ത 5 ലക്ഷം രൂപ വാങ്ങിച്ചത് സ്റ്റേജിൽ വന്ന് പറയുമ്പോൾ 10ാം ക്ലാസ്സുകാർക്ക് കോൺഫിഡൻസ് കിട്ടുന്നു. 6ാം ക്ലാസ്സുകാരി ഐഷ താത്തയ്ക്ക് 60 വയസ്സാണ്. അപ്പം 40 വയസ്സുകാരന് കോൺഫിഡൻസ് കിട്ടുന്നു. ഈ 60 വയസ്സായ ഐഷ താത്തയ്ക്ക് വെറും 6ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത വെച്ചുകൊണ്ട് 5 ലക്ഷം സമ്പാദിക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും 10ാം ക്ലാസ്സുള്ള എനിക്ക്, 40 വയസ്സ് മാത്രമുള്ള എനിക്ക് അതിനെക്കാട്ടിൽ നന്നായിട്ട് ചെയ്യാൻ കഴിയും. സോ ഐ ക്യാൻ ഓൾസോ ഡു ഇറ്റ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് കോൺഫിഡൻസ്. അതാണ് ആത്മവിശ്വാസം. ഓക്കെ, അപ്പോൾ അതും അവിടെ നിന്ന് കിട്ടും. ദെൻ എക്സൈറ്റ്മെൻറ്റ്, ആവേശം. നോക്കൂ, ഒരു മനുഷ്യൻ ജീവിക്കണമെങ്കിൽ പൈസയുടെ ആവശ്യമുണ്ട്. ആ പൈസ കിട്ടണമെങ്കിൽ പ്രവർത്തിക്കണം. ജീവിതകാലം മുഴുവൻ പൈസ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതകാലം മുഴുവൻ പ്രവർത്തിക്കേണ്ടതുണ്ട്. സർക്കാർ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ളവർ കുറി കമ്പനിയിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നത് കാണാം. ജീവിതകാലം മുഴുവൻ പൈസ ആവശ്യമുണ്ട്. അതുകൊണ്ട് ജീവിതകാലം മുഴുവൻ പ്രവർത്തിക്കേണ്ടതുണ്ട്. അതേ സ്ഥാനത്ത് ഈ ബിസിനസ് 2 കൊല്ലത്തിന് 5 കൊല്ലത്തിനുള്ളിലേക്ക് ചെയ്ത് തീർക്കാം, ചെയ്ത് തീർത്ത് വരുമാനം നിലനിർത്തിക്കൊണ്ട് റിട്ടയർ ചെയ്യാമെന്ന് പറയുമ്പോൾ ആ വരുമാനം നിലനിർത്തുന്നത് അവനവൻ്റെ ലൈഫ് സ്റ്റൈലിൽ മാത്രമല്ല, അടുത്ത തലമുറയ്ക്കും വരുമാനം കിട്ടത്തക്കവണ്ണം അത് നിലനിർത്തിക്കൊണ്ട് റിട്ടയർ ചെയ്യാമെന്ന് പറയുമ്പോൾ ഒരു ആയുഷ്കാലം മുഴുവൻ ചെയ്യേണ്ടത് 2 കൊല്ലത്തിനും 5 കൊല്ലത്തിനും ഇടയിൽ ചെയ്തു തീർക്കേണ്ടി വരുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ
മറ്റു ജോലികൾ, സർക്കാർ സർവീസിൽ മറ്റു ജോലികളൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ ലല്ല 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 എന്ന് പതുക്കെ ചെയ്താൽ മതിയാവില്ല. കുറച്ച് വേഗതയിൽ ചെയ്യേണ്ടി വരും. വേഗതയിൽ തീരണമെങ്കിൽ വേഗതയിൽ ചെയ്യേണ്ടി വരും. അങ്ങനെ വേഗതയിൽ ചെയ്യാൻ ആർക്കാണ് കഴിയാന്ന് ചോദിച്ചാൽ ആവേശമുള്ളവർക്കാണ് കഴിയുക. ആ ആവേശവും അവിടെ ചെല്ലുമ്പോൾ ഈ EDS-ൽ പങ്കെടുക്കുന്ന ആൾക്കാരുടെ എണ്ണം, അവരുടെ അറിവ്, അവരുടെ കഴിവ്, അവരുടെ വിദ്യാഭ്യാസ യോഗ്യത എല്ലാം നോക്കുമ്പോൾ നമുക്ക് ആവേശം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ 4 കിട്ടി. നോളജ് കിട്ടി, ബിലീഫ് കിട്ടി, കോൺഫിഡൻസ് കിട്ടി, എക്സൈറ്റ്മെൻറ്റ് കിട്ടി. ഇതൊക്കെ കിട്ടിയിട്ട് ഇതൊക്കെ ഉണ്ടായിക്കൊണ്ട് ബിസിനസ് ചെയ്താലേ വിജയിക്കാൻ കഴിയുള്ളൂ. ഈ ബിസിനസ്സിൽ വിജയിച്ചിട്ടുള്ളവരൊക്കെ തന്നെ അത് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് വെസ്റ്റീജ് ബിസിനസ്സിനെ കുറിച്ച് സ്വതവേ വെസ്റ്റീജ് കമ്പനി എന്താ പറയുകയാണെന്ന് വെച്ചാൽ, ഒരു കൊല്ലം കൊണ്ട് പ്രതിമാസം 1 ലക്ഷം രൂപ കിട്ടാവുന്ന ക്രൗൺ ഡയറക്ടർ നിങ്ങൾക്കാകാം എന്നാണ് വെസ്റ്റീജ് ഓൾ ഇന്ത്യ തലത്തിൽ ഡിക്ലെയർ ചെയ്യുന്നത്. ഒരു കൊല്ലം കൊണ്ട് 1 ലക്ഷം രൂപ സമ്പാദിക്കാം. ആ വെസ്റ്റീജിൽ പല ഗ്രൂപ്പുകൾ ഉള്ളതിൽ ഒരു ഗ്രൂപ്പാണ് വിന്നിങ് ടീം. നമ്മൾ വരുന്ന വിന്നിങ് ടീം. ആ വിന്നിങ് ടീമിൻ്റെ EDS, ഗോ ക്രൗൺ, ഹലാബോൾ, FRU പോലെയുള്ള ഫങ്ഷൻസിൻ്റെ പ്രത്യേകത കൊണ്ട്, അതിൻ്റെ അഡ്വാൻറ്റേജ് കൊണ്ട് ആ വെസ്റ്റീജിൽ ഒരു കൊല്ലം കൊണ്ട് നേടാവുന്നത് ഇവിടെ 6 മാസം കൊണ്ട് നേടാമെന്നുള്ളതാണ്. 6 മാസം കൊണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ വെസ്റ്റീജ് വിത്ത് വിന്നിങ് ടീം രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഈ പ്ലാറ്റ്ഫോമിൽ വേണ്ട വിധത്തിൽ, ശരിയായ വിധത്തിൽ ബിസിനസ് ചെയ്യുന്ന ഒരാൾക്ക് 6 മാസത്തിനുള്ളിൽ തന്നെ ക്രൗൺ 1 ലക്ഷം രൂപ വരുമാനം കിട്ടുന്ന ക്രൗൺ ഡയറക്ടർ ആവാം. ഇപ്പം ഞാൻ പറഞ്ഞ 4 പേര് ക്രൗൺ ഡയറക്ടർ ആയിട്ടുള്ളവർ 6 മാസം 7 മാസം കൊണ്ട് ക്രൗൺ ഡയറക്ടർ ആയിട്ടുള്ളവരാണ്. ഓക്കെ, അപ്പോൾ 6 മാസം കൊണ്ട് ഒരു ക്രൗൺ ഡയറക്ടർ ആവുക, 1 ലക്ഷം രൂപ വരുമാനം കിട്ടുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുക, അവിടുന്ന് പിന്നെയും വളരാൻ കഴിയുക, അവിടുന്ന് പിന്നെയും വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അത് വെസ്റ്റീജിലും വിന്നിങ് ടീമിലും അല്ലാതെ വേറെ എവിടെയും കഴിയുന്നതായിട്ട്, ലീഗലായിട്ടുള്ള എത്തിക്കലായിട്ടുള്ള ഒരു ബിസിനസ് ചെയ്തുകൊണ്ട് അത്രയും ചെയ്യാൻ കഴിയുക എന്നുള്ളത് വെസ്റ്റീജിൽ വിന്നിങ് ടീമിലല്ലാതെ വേറെ എവിടെയും ചെയ്യാൻ കഴിയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ കഴിയും എന്നുള്ളതാണ് ഇവിടുത്തെ സന്തോഷ വാർത്ത. ഓക്കെ, വി ക്യാൻ ഡു ഇറ്റ്. അതില്ലാതെ ആർക്കും ചെയ്യാൻ കഴിയില്ല. നോളജ്, ബിലീഫ്, കോൺഫിഡൻസ്, എക്സൈറ്റ്മെൻറ്റ് ഇല്ലാതെ ആർക്കും ചെയ്യാൻ കഴിയില്ല. നോക്കൂ, ഞാനിപ്പോൾ പറഞ്ഞു 3 മാസം മുമ്പ് നമ്മൾ 1 EDS ആണ് നടത്തിയത്. ഇപ്പോൾ നമ്മൾ 3 EDS നടത്തുന്നു. നമ്മൾ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് കൂടുതൽ നമ്പർ ഉണ്ടാകുന്നു. അതുകൊണ്ട് നമുക്ക് കൂടുതൽ ചെയ്യാൻ കഴിയുന്നു. പക്ഷേ ഞങ്ങൾ അല്പം സീനിയർ ആയിട്ടുള്ളവർ, ഞാനോ ജ്യോതിഷ് കുമാറോ വെങ്കടേഷ്, സുധീഷ് പോലെയുള്ളവരൊക്കെ ഈ ബിസിനസ് ചെയ്യാൻ തുടങ്ങിയ കാലത്ത് ഇവിടെ ഒരു EDS നടത്താൻ തക്കവണ്ണം ഉണ്ടായിരുന്ന നമ്പർ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിൽ EDS ഉണ്ടായിരുന്നില്ല. പക്ഷേ EDS അറ്റൻഡ് ചെയ്യാതെ ഈ നോളജ്, ബിലീഫ്, കോൺഫിഡൻസ്, എക്സൈറ്റ്മെൻറ്റ് കിട്ടൂല. അതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ തന്നെ മംഗലാപുരം, then ബാംഗ്ലൂർ, ബോംബെ പോലുള്ള ദൂര സ്ഥലങ്ങളിൽ ആയിരക്കണക്കിന് രൂപ ചെലവ് ചെയ്തുകൊണ്ട് ആയിരക്കണക്കിന് കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് അതേ EDS അറ്റൻഡ് ചെയ്തിട്ടുള്ളത്, നോളേജ്, ബിലീഫ്, കോൺഫിഡൻസിൻ്റെ എക്സൈറ്റ്മെൻറ്റ് നേടിയിട്ടുള്ളത്. അതേ പ്രോഗ്രാമാണ് നിങ്ങൾക്ക് ഇന്ന് 3 EDS കേരളത്തിൽ നടത്തുമ്പോൾ 100-150 കിലോമീറ്ററിനുള്ളിൽ തന്നെ നിങ്ങൾക്കത് കിട്ടുന്നു. ആയിരക്കണക്കിന് കിലോമീറ്റർ യാത്ര ചെയ്ത് വരുന്ന ആ സക്സസ്ഫുൾ ആയിട്ടുള്ള ലീഡറെ നിങ്ങൾക്ക് 100-150 കിലോമീറ്ററിനുള്ളിൽ തന്നെ കാണാൻ കഴിയുന്നു, കേൾക്കാൻ കഴിയുന്നു, മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ബി എക്സൈറ്റഡ്. എനിക്ക് ആവേശം മാത്രമല്ല, അല്പമൊക്കെ അസൂയയും നിങ്ങളോട് ഇപ്പോൾ പുതുതായിട്ട് ബിസിനസ്സിൽ വന്ന് ബിസിനസ് ചെയ്യുന്നവരോട് തോന്നുന്നുണ്ട്. കാരണം ഞങ്ങളൊക്കെ ആയിരക്കണക്കിന് രൂപ ചെലവ് ചെയ്ത് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ യാത്ര ചെയ്തു പോയി കഷ്ടപ്പെട്ട് സമ്പാദിച്ച അതേ നോളേജ്, ബിലീഫ്, കോൺഫിഡൻസ് ആൻഡ് എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ബുദ്ധിമുട്ടിലും ചെലവിലും ലഭിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ബി എക്സൈറ്റഡ്. ഓക്കെ, ബി ഹാപ്പി ആൻഡ് ബി എക്സൈറ്റഡ്. ആൻഡ് അത് പ്രയോജനപ്പെടുത്തുന്ന കാര്യത്തെക്കുറിച്ച് നന്നായിട്ട് സീരിയസ് ആയിട്ട് ചിന്തിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ക്രൗൺ ഡയറക്ടർ 6 മാസം കൊണ്ട് നിങ്ങൾക്കൊരു ക്രൗൺ ഡയറക്ടർ ആവാമെന്ന് പറഞ്ഞു. 6 മാസം കൊണ്ട് ഒരു ക്രൗൺ ഡയറക്ടർ ആവാൻ
ആഗ്രഹിക്കുന്ന ഒരാൾ നോക്കുക, ശ്രമിച്ചു നോക്കുക, കഴിയുമെന്ന് നോക്കുക. കഴിയും, പക്ഷേ എല്ലാവർക്കും കഴിയുമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് കഴിയുമോ എന്ന് നിങ്ങൾ ശ്രമിച്ചു നോക്കുക. അവർ 6 പേര് നിങ്ങളുടെ ഓർഗനൈസേഷനിൽ, നിങ്ങളുടെ ഗ്രൂപ്പിൽ ബ്രോൺസ് ഡയറക്ടർ അയാളാണ് നിങ്ങൾക്ക് ക്രൗൺ ഡയറക്ടർ ആവാൻ കഴിയുക. അവർ തന്നെ സിൽവർ ഡയറക്ടറൊക്കെ ആവുമ്പോഴാണ് നിങ്ങൾക്ക് 1,00,000 രൂപ പ്രതിമാസം കിട്ടുക. ആ 6 പേരെ നിങ്ങൾക്ക് ഈ ഫംഗ്ഷനിൽ അറ്റൻഡ് ചെയ്യിക്കാൻ കഴിയുമെന്ന് നോക്കുക. നിങ്ങൾ ഈ EDS അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് നോളേജ്, ബിലീഫ്, കോൺഫിഡൻസ്, എക്സൈറ്റ്മെൻ്റ് ഒക്കെ കിട്ടും. നിങ്ങൾക്ക് പ്രവർത്തിക്കാം. പക്ഷെ നിങ്ങൾ മാത്രം പ്രവർത്തിച്ചതുകൊണ്ട് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ കഴിയില്ല. ഈ ബിസിനസ്സിൽ ഒരു ടീം വർക്കാണ്. നിങ്ങൾ മാത്രം ചെയ്താൽ പോരാ, നിങ്ങളുടെ ടീമിലുള്ളവരും കൂടി സക്സസ് ആവണം. അതാണ് ഈ ബിസിനസ്സിൻ്റെ വേറൊരു ബ്യൂട്ടി. വേറെ ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മൾ മാത്രം സക്സസ് ആവുന്ന ഒരു കേസേ വേറെ ബിസിനസ്സുകളിലുള്ളൂ. മറ്റുള്ളവരെ സക്സസ് ആക്കുന്ന കേസില്ല. നമുക്ക് മാത്രം വരുമാനം കിട്ടുന്ന കേസേ ഉള്ളൂ, മറ്റുള്ളവർക്ക് വരുമാനം കിട്ടുന്ന കേസില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ 6 പേർക്ക് വരുമാനം ഉണ്ടാക്കി കൊടുത്താലാണ്, ഒരു 10,000 രൂപയുടെ വരുമാനം അവർക്ക് ഉണ്ടാക്കി കൊടുത്താലാണ് നമ്മൾക്ക് ഒരു ക്രൗൺ ഡയറക്ടറാക്കാൻ പറ്റുക. ആ 6 പേർക്ക് തന്നെ 10,000 എന്നുള്ളിടത്ത് 15,000 20,000 1000 രൂപ കിട്ടാറാക്കി കൊടുക്കുമ്പോഴാണ് നമുക്ക് 1,00,000 രൂപ കിട്ടുക. ഹെൽപ്പിംഗ് പീപ്പിൾ അറൗണ്ട് ദ വേൾഡ് ടു ഹെൽപ്പ് അവർ സെൽഫ്. നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ മെച്ചപ്പെടുത്തുന്ന ആ ബ്യൂട്ടിഫുൾ കൺസെപ്റ്റാണ് വെസ്റ്റേജിലുള്ളത്, വിന്നിങ് ടീമിലുള്ളത്, നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലുള്ളത്. അപ്പം അതുകൊണ്ട് ക്രൗൺ ഡയറക്ടർ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ 6 ലെഗിൽ നിന്ന് ആൾക്കാരെ പങ്കെടുപ്പിക്കാം. ആ ആൾക്കാരെ 6 ലെഗിൽ നിന്ന് 6 പേരെ പങ്കെടുപ്പിച്ചാൽ വി കനോട്ട് പ്രെഡിക്റ്റ് പീപ്പിൾ. എല്ലാവരും പ്രവർത്തിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ബട്ട് വി ക്യാൻ പ്രെഡിക്റ്റ് നമ്പേഴ്സ്. ആ 6 ലെഗിൽ നിന്ന് ഒരു 5 പേര് വീതം, 6 5 30 പേര് പങ്കെടുപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ, നിങ്ങൾ മാത്രമല്ല, ആ 6 പേരാണ് 5 പേരെ ഉണ്ടാക്കുന്നത്. നിങ്ങളും 6 പേരും കൂടിയിട്ട് 6 ലെഗിൽ നിന്നായിട്ടൊരു 5 പേരെ വെച്ച് 30 പേരെ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞാൽ, ഓക്കെ, അവർ കണ്ണും കാതും തുറന്ന് വെച്ച് ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഐ ക്യാൻ ഗ്യാരണ്ടി 6 മാസവും വേണ്ട, വിത്തിൻ 1 or 2 months യു വിൽ ബി എ ക്രൗൺ ഡയറക്ടർ വിത്ത് 1 lakh ഇൻകം. അതാണ് നമ്മളുടെ മുമ്പിലുള്ള സാധ്യത. ഈ EDS നടത്തുന്നത് കൊണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിന്നിങ് ടീം ഈ EDS നടത്തുന്നത്. വളരെ വിന്നിങ് ടീം എന്ന് പറയുന്നത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. ലാഭം ഉണ്ടാക്കുന്ന ഓർഗനൈസേഷനല്ല, സർവീസ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് സർവീസ് ചെയ്യുന്ന ഓർഗനൈസേഷനാണ്. അവരുടെ സർവീസ് അവർ വ്യാപിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് വെസ്റ്റീജ് ബിസിനസ് ചെയ്യുന്ന 10 രാജ്യങ്ങളിലും വിന്നിങ് ടീമിൻ്റെ സർവീസ് അവൈലബിൾ ആണ്. ഓക്കെ, അത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു EDSൽ നിന്ന് 3 EDS ആവുന്നു. ഓക്കെ, തീർച്ചയായിട്ടും ഒരു EDSൽ നിന്ന് 4 ക്രൗൺ ഡയറക്ടേഴ്സിനെ സൃഷ്ടിക്കാൻ കഴിഞ്ഞുവെങ്കിൽ ഇത്തവണ 3 EDS ആണ് നടക്കാൻ പോകുന്നത്. അടുത്തൊരു EDS വരുന്നതിന് മുമ്പ് ഈ 3 EDSൽ നിന്ന് ചുരുങ്ങിയത് 10 ക്രൗൺ ഡയറക്ടേഴ്സെങ്കിലും ഈ മാർക്കറ്റിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ടാവാം. ദ ക്വസ്റ്റ്യൻ, ചോദ്യം നിങ്ങളോട് ചോദിക്കേണ്ടത്, ഈ 3 EDSൻ്റെ അനന്തരഫലമായിട്ട് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന 10ഓളം വരുന്ന ക്രൗൺ ഡയറക്ടേഴ്സിൽ ഒരാൾ നിങ്ങളാകണോ? പ്രതിമാസം 1,00,000 രൂപ കിട്ടുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് 1-2 മാസം കൊണ്ട് എത്തണമോ? നിങ്ങളോട് തന്നെ ചോദിക്കുക. ഇഫ് യു ഗെറ്റ് എൻ ആൻസർ യെസ്, എനിക്ക് ആവണം എന്ന് തോന്നുന്നുവെങ്കിൽ, യെസ്, ഫൈൻഡ് ഔട്ട് 6 people, 6 legs, ആൻഡ് ആ 6 ലെഗിൽ നിന്നായിട്ട് 5 പേരെ വെച്ച് ഒരു 30 പേരെ നിങ്ങൾ അറ്റൻഡ് ചെയ്യിക്കുക. വിത്തിൻ 2 months യു ആർ ഗോയിങ് ടു ബി എ ക്രൗൺ ഡയറക്ടർ. അത്രയും ശ്രമിച്ചു, അത്രയും നടന്നില്ല. 4 പേരെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യിക്കാൻ കഴിഞ്ഞുള്ളൂ. 4 ലെഗിൽ നിന്ന് കൂടുതൽ ആൾക്കാരെ അറ്റൻഡ് ചെയ്യിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു. യു ആർ ഗോയിങ് ടു ബി എ ഡയമണ്ട് ഡയറക്ടർ ഏർണിംഗ് മോർ ദാൻ 70,000 rupees per month.
3 പേരെ കഴിഞ്ഞുള്ളൂ. യു ആർ ഗോയിങ് ടു ബി എ സ്റ്റാർ ഡയറക്ടർ ഏണിംഗ് മോർ ദൻ 50% പെർ മന്ത്. 50,000 രൂപയിൽ കൂടുതൽ സമ്പാദിക്കുന്ന ഒരു സ്റ്റാർ ഡയറക്ടർ ആവാൻ പോകുന്നു. അപ്പോൾ എത്രയാണ് നിങ്ങൾക്ക് കഴിയുക അത്ര ചെയ്യൂ. അതിനനുസരിച്ച നേട്ടം നിങ്ങൾക്കുണ്ടാവും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇനി ദിവസങ്ങൾ അധികമില്ല. നാളെയാണ് ആദ്യത്തെ EDS 6-ാം തീയതി തിരുവല്ലയിൽ നടക്കുന്നു. 7-ാം തീയതി കൊരട്ടിയിൽ നടക്കുന്നു. 8-ാം തീയതി മറ്റ് കണ്ണൂര് നടക്കുന്നു. കണ്ണൂരല്ല, മൂന്നാമത്തെ കാരണം. നാളെ ഇതേ സമയത്ത് മിറാക്കിൾ മോർണിംഗിൽ, മറ്റന്നാൾ ഇതേ സമയത്ത് മിറാക്കിൾ മോർണിംഗിൽ നാളത്തെ മിറാക്കിൾ മോർണിംഗ് അറ്റൻഡ് ചെയ്തവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ മറ്റന്നാളത്തെ EDS-ൽ നിങ്ങൾ പങ്കെടുപ്പിക്കാനും ഉദ്ദേശിക്കുന്നുവെങ്കിൽ മറ്റന്ന കാലത്ത് നിങ്ങൾ മിറാക്കിൾ മോർണിംഗ് അറ്റൻഡ് ചെയ്താൽ നാളെയും തീർച്ചയായിട്ടും മിറാക്കിൾ EDS-നെ കുറിച്ച് വേറെ ഏതെങ്കിലും സ്പീക്കർ സംസാരിക്കുന്നുണ്ടാവും. റെഗുലറായിട്ട് മിറാക്കിൾ മോർണിംഗ് അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനുള്ള ആഗ്രഹവും ആവേശവും ഉണ്ടാവുന്നു. അത് മിറാക്കിൾ മോർണിംഗ് മറ്റുള്ളവരെ കൊണ്ട് അറ്റൻഡ് ചെയ്യിച്ചു കഴിഞ്ഞാൽ അവർക്കും ആഗ്രഹവും ആവേശവും ഉണ്ടാവും. അപ്പോൾ ഇറ്റ് ഈസ് ഈസി. വിന്നിങ് ടീം ചെയ്യാൻ കഴിയുന്നതൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ആരത് ശരിക്കും പ്രയോജനപ്പെടുത്തുന്നുവോ അവർ ആ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അവസ്ഥ. ഓക്കെ, മിടുക്കുള്ളവര്, കഴിവുള്ളവര് 3 EDS-ഉം അറ്റൻഡ് ചെയ്യണം. നിങ്ങളുടെ ബിസിനസ് ദൂര സ്ഥലങ്ങളിലേക്ക് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരവസരവും കൂടിയാണ് ഈ EDS നിങ്ങൾക്ക് നൽകുന്നത്. ഇപ്പം ഞാൻ തൃശ്ശൂർക്കാരനാണ്. എൻ്റെ ബിസിനസ് കോട്ടയത്തേക്ക് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ, തിരുവല്ലയിലേക്ക്, കോട്ടയം ഭാഗത്തേക്ക് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ ഞാൻ ആൾക്കാരെ തീർച്ചയായിട്ടും എനിക്ക് അവിടെ കോണ്ടാക്ട്സ് ഉണ്ടാവാം, ഇല്ലെങ്കിൽ എനിക്ക് അറിയുന്നവർക്ക് അവരുടെ കോണ്ടാക്ട്സ് ഉണ്ടാവാം. ഓക്കെ, ഇന്ന് നാളെ പ്രവർത്തിക്കുന്നു. മറ്റന്നാൾ ഞാൻ തിരുവല്ലയിൽ EDS അറ്റൻഡ് ചെയ്യാൻ എത്തുന്നു. എൻ്റെ അവിടുത്തെ കോണ്ടാക്റ്റിലുള്ള ആൾക്കാരെ ആ പ്രോഗ്രാമിലേക്ക് എത്തിക്കുന്നു. ആ പ്രോഗ്രാമിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ആവേശഭരിതരാവും, അവർ ബിസിനസ്സിൽ വരുന്നുണ്ടാവും, പ്രവർത്തിക്കുന്നുണ്ടാവും. യുവർ ബിസിനസ് ഗെറ്റ് എക്സ്പാൻഡഡ് ടു കോട്ടയം തിരുവല്ല ഏരിയ. നിങ്ങളുടെ ബിസിനസ് കോട്ടയം തിരുവല്ല ഏരിയയിലേക്ക് എക്സ്പാൻഡ് ചെയ്യപ്പെടുന്നു. ഓക്കെ, കൊരട്ടി, തൃശ്ശൂർ, കൊരട്ടി, എറണാകുളം ആ ഭാഗത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ ഫൈൻഡ് ഔട്ട് പീപ്പിൾ ഫ്രം യുവർ കോണ്ടാക്ട് ഓർ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുടെ കോണ്ടാക്റ്റിൽ നിന്ന് കൊരട്ടി ഭാഗത്ത് അറ്റൻഡ് ചെയ്യിക്കാവുന്ന ആൾക്കാരെ കണ്ടെത്തുക. നിങ്ങൾ കൊരട്ടിയിൽ പോവുക, അവരെ അറ്റൻഡ് ചെയ്യിക്കുക. നിങ്ങളുടെ ബിസിനസ് തൃശ്ശൂർ, കൊരട്ടി ഭാഗത്തേക്ക് എക്സ്പാൻഡ് ചെയ്യപ്പെടും. ഇത് തന്നെ നിങ്ങൾക്ക് വടക്ക് എവിടെയാണ്, അവിടേക്കും നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാം. തലശ്ശേരിക്ക്, കണ്ണൂർ തലശ്ശേരി ഭാഗത്ത് നിങ്ങളുടെ കോണ്ടാക്ട്സ് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ബിസിനസ് തലശ്ശേരിക്ക്. അപ്പോൾ ഒരു തവണത്തെ EDS അത് 3 ദിക്കിൽ നടക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ബിസിനസ് ആ 3 ഏരിയയിലേക്ക് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരവസരമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അത് വെറും ഒരു അവസരമല്ല. ബിസിനസ്സിലേക്ക് വരുന്നവർ ഈ സംശയം വെച്ചുകൊണ്ട്, വിശ്വാസക്കുറവ് വെച്ചുകൊണ്ട്, എന്താ ചെയ്യണോ വേണ്ടേ എന്ന് സംശയിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് നല്ലൊരു ഫങ്ഷൻ അറ്റൻഡ് ചെയ്യിച്ചുകൊണ്ട് തന്നെ അവരെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ ഫസ്റ്റ് സ്റ്റെച്ചിൽ തന്നെ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയും. നല്ലൊരു ഇംപ്രഷൻ അവർക്ക് കിട്ടുന്നു. അവർ വളരെ വേഗത്തിൽ ശക്തമായിട്ട് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു അഡ്വാൻറ്റേജ്. 3 ദിക്കിലേക്ക് നിങ്ങൾക്ക് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ കഴിയുന്നു എന്ന് മാത്രമല്ല, ആ ബിസിനസ് വളരെ വേഗത്തിൽ തന്നെ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങളും ഉണ്ടാകുന്നു. കാരണം ഒരു നല്ല ഫങ്ഷൻ. ഇനി ഒരു തവണ ഇത് വേണമെങ്കിൽ 3 മാസമോ 4 മാസമോ കഴിഞ്ഞിട്ടാണ് ഒരു EDS. എല്ലാ ദിവസവും നടത്താവുന്നതല്ല EDS. 1000 ഇപ്പോൾ 3 ദിക്കിലൊരു 300 പേര് വെച്ചെന്ന് പറഞ്ഞാൽ 900 പേര്. സുമാർ 1000 പേര്
പങ്കെടുക്കാനുള്ളപ്പോഴേ ഒരു EDS നടത്താൻ കഴിയുള്ളൂ. അത് 3 മാസം 4 മാസം കൂടുമ്പോഴേ അത് EDS നടത്താൻ കഴിയുള്ളൂ. വേറൊരു പ്രത്യേകത EDSനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ബിസിനസ്സിൽ കോർ ലീഡർഷിപ്പ് പ്രോഗ്രാംസ് ഉണ്ട്. ഗോ ക്രൗൺ, FRU പോലത്തെ കോർ ലീഡർഷിപ്പ് പ്രോഗ്രാംസ് ഉണ്ട്. ആ പ്രോഗ്രാമിൽ എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാം. ഇപ്പോൾ ഗോ ക്രൗൺ എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല. എല്ലാവർക്കും അറ്റൻഡ് ചെയ്താൽ അത് മനസ്സിലാവില്ല. കാരണം ഒരു ബേസിക് നോളേജ് ഉള്ളവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ, ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഗോ ക്രൗൺ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഒരു സിൽവർ ഡയറക്ടർ ആയിട്ടുള്ളവരെ അറ്റൻഡ് ചെയ്യിക്കാൻ കഴിയുള്ളൂ. അപ്പം നിങ്ങൾക്കൊരാളെ, നല്ലൊരു പ്രോഗ്രാമാണ് ഗോ ക്രൗൺ. ആ ഗോ ക്രൗണിൽ ഒരാളെ അറ്റൻഡ് ചെയ്യിക്കണമെങ്കിൽ ഒരു ബ്രാൻഡ് ന്യൂ ഡിസ്ട്രിബ്യൂട്ടറോ, ബിസിനസ് പുതുതായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടറോ, ഒരു പ്രോസ്പെക്റ്റിനെയോ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യിക്കാൻ കഴിയില്ല. ഒരു സിൽവർ ഡയറക്ടർ ആയിട്ടുള്ള ഒരാളെ അറ്റൻഡ് ചെയ്യിക്കാൻ കഴിയുള്ളൂ. അതേ സ്ഥാനത്ത് ഈ EDS നിങ്ങൾക്ക് ആരെ വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യിക്കാം. ന്യൂലി സ്റ്റാർട്ടഡ്, പുതുതായിട്ട് തുടങ്ങിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ അറ്റൻഡ് ചെയ്യിക്കാം. ഈവൻ പ്രോസ്പെക്റ്റിനെയും അറ്റൻഡ് ചെയ്യിക്കാം. കാരണം അവിടെ നടക്കുന്നത് ഏത് പ്രോസ്പെക്റ്റിനും മനസ്സിലാവുന്ന കാര്യങ്ങൾ മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഈവൻ പ്രോസ്പെക്റ്റ് എന്ന് പറയുമ്പോൾ സിൽവർ, നിങ്ങളുടെ ഓർഗനൈസേഷനിൽ, നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള സിൽവർ ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എണ്ണത്തിൽ വളരെ കുറവായിരിക്കും. അത്ര കുറച്ച് ആൾക്കാരെ മാത്രമേ നിങ്ങൾക്ക് ഗോ ക്രൗൺ അറ്റൻഡ് ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷെ പ്രോസ്പെക്ട്സിനെ വരെ അറ്റൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ പ്രോസ്പെക്ട്സ് മാത്രമല്ല, നിങ്ങളുടെ പ്രോസ്പെക്ട്സ് നിങ്ങളുടെ ടീമിലുള്ള താഴ്ന്ന ലെവലിലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ, പുതിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ അവരുടെ പ്രോസ്പെക്ട്സ്, അവരുടെ കോണ്ടാക്റ്റിലുള്ള ആൾക്കാരെയും കൂടി അറ്റൻഡ് ചെയ്യിക്കാവുന്ന പ്രോഗ്രാമാണ് EDS. അത് ആ പ്രാധാന്യം ഈ ബിസിനസ്സിന് കൊടുക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് ആരെ വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യിക്കാം, എവിടേക്ക് വേണമെങ്കിൽ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാം. അപ്പം അതാണ് നമ്മളുടെ മുമ്പിലുള്ള അവസരം. ആരാണോ ഇതൊക്കെ ശരിക്ക് പ്രയോജനപ്പെടുത്തുന്നത് അവരാണ് ഈ ബിസിനസ്സിൽ ഗ്രോ ചെയ്യാൻ പോകുന്നത്. എത്ര കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നു അത്ര കൂടുതൽ നിങ്ങൾ വളരുന്നു. എത്ര വേഗത്തിൽ ചെയ്യുന്നു അത്ര വേഗത്തിൽ വളരുന്നു. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് പ്രതിമാസം 1,00,000 രൂപ, അതിപ്പോൾ എത്രയോ പേര്, 300-ലധികം പേര് കേരളത്തിൽ പ്രതിമാസം 1,00,000 രൂപയിൽ കൂടുതൽ വാങ്ങിക്കുന്നവരുണ്ട്. അത്തരത്തിലൊരാളായിട്ട് നിങ്ങൾക്ക് മാറണമോ? ആദ്യത്തെ ചോദ്യം നിങ്ങളോട് ചോദിക്കേണ്ട ചോദ്യം അതാണ്. അറ്റൻഡ് EDS അറ്റൻഡ് ചെയ്യുക, നിങ്ങൾക്ക് അതായിട്ട് മാറാം. നിങ്ങൾ മാത്രം അറ്റൻഡ് ചെയ്യുക, ഓക്കെ, വേറെ ആരും അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ മാത്രം അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് ഈ നോളജ്, ബിലീഫ്, കോൺഫിഡൻസ്, എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് ഫർദറായിട്ട് ബിസിനസ് ബിൽഡ് ചെയ്യാൻ കഴിയുന്നു. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കും ഒരു ക്രൗൺ ഡയറക്ടർ ആവാൻ കഴിയുമെങ്കിൽ കൂടുതൽ ആൾക്കാരെ അറ്റൻഡ് ചെയ്യിക്കുക. ഓക്കെ, അത് നിങ്ങൾക്കാവണോ വേണ്ടേ എന്നുള്ളതാണ് ഇന്ന് നിങ്ങളോട് ചോദിക്കേണ്ട ചോദ്യം. ഇനി അടുത്ത ചോദ്യം, അത് വേഗം വേണോ പതുക്കെ വേണോ? പ്രതിമാസം 1,00,000 രൂപ കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുന്നത് വേഗം വേണോ പതുക്കെ വേണോ? ഈ ബിസിനസ് ചെയ്യുന്നവർ എല്ലാവരും ഒരേ കാലഘട്ടമല്ല, ഒരു സമയമല്ല ബിസിനസ് ബിൽഡ് ചെയ്യാൻ എടുക്കുന്നത്. ആവേശം കൂടുതലുള്ളവർ, ആഗ്രഹം കൂടുതലുള്ളവർ, ആവേശം കൂടുതലുള്ളവർ, ശക്തമായിട്ടുള്ള ഡ്രീമുള്ളവർ കൂടുതൽ വേഗതയിൽ ചെയ്യുന്നതായിട്ട് കാണാം, കൂടുതൽ വേഗതയിൽ അച്ചീവ് ചെയ്യുന്നു. ഞാനിപ്പോൾ പറഞ്ഞു, കഴിഞ്ഞ EDSന് ശേഷം 4 പേര് ക്രൗൺ ഡയറക്ടർ ആയിട്ടുണ്ട്. അവർ 6 മാസം കൊണ്ട് 7 മാസം കൊണ്ടൊക്കെയാണ് ക്രൗൺ ഡയറക്ടർ ആയിട്ടുള്ളത്. ഓക്കെ, അതേ സ്ഥാനത്ത് 1 കൊല്ലം കൊണ്ട് ക്രൗൺ ഡയറക്ടർ ആവുന്ന ആൾക്കാരാണ് വെസ്റ്റേജിൽ വേറെ ഗ്രൂപ്പുകളിലുള്ളത്. നമ്മളുടെ അഡ്വാൻറ്റേജ് ഒന്ന് ആലോചിച്ച് നോക്കുക. വെസ്റ്റേജിൽ 1 കൊല്ലം കൊണ്ടാവുന്നത് ആ വെസ്റ്റേജിൻ്റെ കൂടെ വിന്നിങ് ടീമിലാവുമ്പോൾ 6 മാസം കൊണ്ടാവാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇനിയും വേഗത്തിലാവണോ? അതിനുള്ള സാധ്യതയുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളൊരു അവസരമാണ് ഇത്. 3 മാസം 4 മാസം കൂടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരവസരമാണ്. അങ്ങനെയുള്ള അവസരമാണ്. ഇപ്പോൾ പ്രയോജനപ്പെടുത്തിയാൽ അതിൻ്റെ നേട്ടം നിങ്ങൾക്ക് തന്നെ ഉണ്ടാവുന്നു, വേഗം ഉണ്ടാവുന്നു. അപ്പം എങ്ങനെ വേണമെന്ന് നിങ്ങൾ തന്നെ ആലോചിക്കുക, കണ്ടെത്തുക. ഓക്കെ, ഞാൻ പറഞ്ഞു ഞങ്ങളൊക്കെ തന്നെ ഈ EDS അറ്റൻഡ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ എവിടെയാണ്? ഇവിടെ ഇല്ലാത്തത് കൊണ്ട് മംഗലാപുരത്തും ബാംഗ്ലൂരും മുംബൈയിലും ഒക്കെ പോയിട്ടാണ് ഞങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. ആയിരക്കണക്കിന് രൂപ ചിലവായിട്ടുണ്ട്. എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ആൾക്കാർ ചിന്തിക്കാം അത് വേണോ വേണ്ടേ എന്നുള്ളത്. ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു, ഞങ്ങൾ ആയിരക്കണക്കിന് രൂപ ചിലവാക്കി അത് അറ്റൻഡ് ചെയ്താൽ ലക്ഷക്കണക്കിന് വരുമാനം ഉണ്ടാക്കാം എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു.
ഞാൻ നേരത്തെ പറഞ്ഞ ആ സീനിയർ ലീഡേഴ്സൊക്കെ തന്നെ ഇപ്പോൾ 8 ലക്ഷം 9 ലക്ഷം വാങ്ങിക്കുന്നവരാണ്. ആലോചിച്ച് നോക്കുക, 1000 രൂപ ബോംബെയിൽ പോയിട്ടൊരു EDS അറ്റൻഡ് ചെയ്യാൻ 3000 രൂപ ചിലവായിട്ടുണ്ടാവും. 3000 രൂപ തീവണ്ടിക്കാണ് പോയതെങ്കിൽ ഒരു 3000 രൂപ ചിലവായിട്ടുണ്ടാവും. 3000 രൂപ ചിലവാക്കിയിട്ട് 9 ലക്ഷം രൂപ പ്രതിമാസം. 3000 രൂപ ഒരു തവണയാണ് ചിലവാക്കിയിട്ടുള്ളത്. 9 ലക്ഷം രൂപ പ്രതിമാസമാണ് കിട്ടുന്നത്. 3000 രൂപ ചിലവാക്കിയിട്ട് ഒരു തവണ ചിലവാക്കിയിട്ട് 9 ലക്ഷം രൂപ പ്രതിമാസം കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്തണോ വേണ്ടെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. അതാണ് ഈ ബിസിനസ്സിൻ്റെ ഉള്ള സാധ്യത. ആ സാധ്യത മനസ്സിലാക്കുന്നവർ എന്താണ് പറയുക വെച്ചാൽ, എല്ലാവരും വെസ്റ്റേജ് ബിസിനസ് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ബിസിനസ്സാണ്, എല്ലാവർക്കും ചെയ്യാവുന്ന ബിസിനസ് അല്ല. ആർക്ക് വേണമെങ്കിലും ചെയ്യാമെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ ധരിക്കുക? എല്ലാവർക്കും ചെയ്യാമെന്നാണ്. എല്ലാവർക്കും ചെയ്യാൻ കഴിയില്ല, ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ. എല്ലാവർക്കും ചെയ്യാൻ കഴിയില്ല. പിന്നെ ആർക്കാ ചെയ്യാൻ കഴിയുക? ആർക്ക് വേണമെന്നുണ്ടോ അവർക്കാണ് ചെയ്യാൻ കഴിയുക. വേണമെന്നുള്ളവർക്ക് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പം ആദ്യം തന്നെ ചിന്തിക്കുക, വേണോ വേണോ വേണ്ടേ. ആ വേണമെന്നുണ്ടെങ്കിൽ അടുത്ത ചിന്ത വരിക, എത്ര വേഗം വേണം, എത്ര വലുതായിട്ട് വേണം. ഇറ്റ് ഈസ് നിങ്ങളുടെ ഡ്രീം, അതിൻ്റെ ശക്തി, അതാണ് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാനുള്ള ആവേശം, എക്സൈറ്റ്മെന്റ് തരുന്നത്. ഓക്കെ, ഇന്നലെ വരെ നിങ്ങളുടെ കാരണവന്മാർ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും, ആശ ആപത്താണ്, അതാണ് നമ്മളെ ആപത്തിലേക്ക് കൊണ്ടെത്തിക്കുക, അതുകൊണ്ട് ആശിക്കരുത് ആശിക്കരുത് എന്ന് കാരണവന്മാർ ഉപദേശിച്ചിട്ടുണ്ടാവാം. യെസ്, ഇവിടുത്തെ ഒരു കാരണവരാണ് ഞാൻ പറയുന്നു. അത് അവിടെ നിങ്ങൾ കൂടുതൽ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് സാധിച്ചെടുക്കുന്നതിനുള്ള അവസരമില്ലാത്തത് കൊണ്ട് നിരാശ സംഭവിക്കാൻ സാധ്യതയുണ്ട്. നിരാശ നിങ്ങൾക്കുണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ജീവിതം തന്നെ അവസാനിപ്പിക്കുമെന്ന് പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാൻ അവിടുത്തെ കാരണവർ നിങ്ങളെ ഉപദേശിച്ചിട്ടുണ്ടാവും, അധികം ആഗ്രഹിക്കരുത്, ആഗ്രഹം ആപത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ ഇവിടെ അതല്ല അവസ്ഥ. ഇവിടെ അവസരമുണ്ട്. അവസരം ആർക്കുണ്ടെന്ന് ചോദിച്ചാൽ, ആർക്ക് വേണമോ അവർക്കാണുള്ളത്. ആർക്കാണോ ആഗ്രഹിക്കാൻ കഴിയുക അവർക്കാണുള്ളത്. ആഗ്രഹിക്കാൻ കഴിയുക എന്നുള്ള ഒരു യോഗ്യത മാത്രമേ ഈ പ്രവർത്തന മേഖലയിൽ, ഈ ബിസിനസ്സിൽ ആകെ. വേറെ ഇപ്പോൾ വക്കീലാവണമെങ്കിൽ LLB പാസ്സാവണം, കളക്ടർ ആവണമെങ്കിൽ IAS പാസ്സാവണം. അങ്ങനെ എവിടെ ഏത് തരത്തിൽ ജോലി ചെയ്യണമെങ്കിലും, വരുമാനം ഉണ്ടാക്കണമെങ്കിലും, ബിസിനസ് ചെയ്യണമെങ്കിൽ ക്യാപിറ്റൽ വേണം. എവിടെയാണെങ്കിലും ഒരു റിക്വയർമെൻ്റ് ഉണ്ട്, മിനിമം റിക്വയർമെൻ്റ് ഉണ്ട്. ഇവിടെ ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ഇവിടെ ആകെ ഒരു റിക്വയർമെൻറ്റേ ഉള്ളൂ, നിങ്ങൾക്ക് ആഗ്രഹിക്കാൻ കഴിയുമോ. ആഗ്രഹം മാത്രമാണ് ഇവിടെ ആവശ്യമായിട്ടുള്ള ഒരു സംഗതി. ആ ആഗ്രഹം എത്ര ശക്തമാണോ, എത്ര വലുതാണോ. നിങ്ങൾക്ക് മാരുതി കാർ വാങ്ങിക്കാൻ ആഗ്രഹിക്കാം, ബെൻസ് കാർ വാങ്ങിക്കാൻ ആഗ്രഹിക്കാം. തീർച്ചയായിട്ടും ബെൻസ് കാർ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ ആഗ്രഹം മാരുതി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളുടെ ആഗ്രഹത്തെക്കാൾ വലുതായിരിക്കും. അയാൾ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോണ നേട്ടങ്ങൾ വലുതായിരിക്കും. എന്തുകൊണ്ട്? അവരുടെ ആഗ്രഹം വലുതാണ്, അവരുടെ ആഗ്രഹം ശക്തമാണ്. അപ്പോൾ ആകെ ഇവിടെ ഒരു യോഗ്യത മാത്രമേ ആവശ്യമുള്ളൂ. ആഗ്രഹിക്കാൻ കഴിയുമോ, വേണമെന്ന് ചിന്തിക്കാൻ കഴിയുമോ, ആഗ്രഹിക്കാൻ കഴിയുമോ, അത് മാത്രമേ ഇവിടെയുള്ളൂ. ഇവിടെ നേട്ടം ഉണ്ടാക്കുന്നവരൊക്കെ ആരാണെന്ന് ചോദിച്ചാൽ വേണമെന്നുള്ളവരാണ് നേട്ടം ഉണ്ടാക്കുന്നത്. അവിടെ സാധ്യത ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ ആഗ്രഹിക്കരുത്, അധികം അമിതമായിട്ട് ആഗ്രഹിക്കരുത് എന്നൊക്കെ അവിടുത്തെ കാരണന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇവിടുത്തെ കാരണവർ ഞാനാണ്. അത് അവിടെ ശരിയാണ്. ഇവിടെ ആഗ്രഹിക്കുന്നവർക്കുള്ളതാണ് ആഗ്രഹത്തിൻ്റെ വലിപ്പം അനുസരിച്ചുള്ളത്. അതുകൊണ്ട് ഇവിടെ ഞാൻ പറയാ, ഡ്രീം ബിഗ് ആസ് മച്ച് ആസ് യു ക്യാൻ. നിങ്ങൾക്ക് കഴിയുന്നത്ര വലുതായിട്ട് ആഗ്രഹിക്കൂ. ഇവിടെ ആകെ വേണ്ടത് ആഗ്രഹം മാത്രമാണ്. ഇവിടെ സാധ്യതകൾ ഉണ്ടെന്നല്ല, സാധ്യതകൾ അനന്തമാണ്, അജ്ഞാതമാണ്, അവർണ്ണനീയമാണ്. 10 രാജ്യങ്ങളിലാണ് ഇപ്പോൾ വെസ്റ്റേജ് ബിസിനസ് ചെയ്യുന്നത്. വെസ്റ്റേജ് വിത്തിൻ 2030 30 രാജ്യങ്ങളിലേക്ക് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നു. 1 ബില്യൺ ടേൺ ഓവർ. 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 8,000 ശിഷ്ടം ടേൺ ഓവറിലേക്ക് എത്തുന്നു. അതാണ് നമ്മുടെ മുമ്പിലുള്ള സാധ്യത. ഇപ്പോഴ് 6,000 മില്യനേഴ്സ് വെസ്റ്റേജിലുണ്ട്. അത്
18,000 മില്യനേഴ്സിലേക്ക് എത്തിക്കാൻ വെസ്റ്റീജ് ആഗ്രഹിക്കുന്നു. ദ ക്വസ്റ്റ്യൻ യു ഹാവ് ടാസ്ക് യുവേഴ്സ്, നിങ്ങളോട് ചോദിക്കേണ്ട ചോദ്യം, അതിലൊരു മില്യനർ നിങ്ങളാവണോ വേണ്ടതെന്നുള്ളതാണ്. ഇവിടെ സാധ്യതയുണ്ട്. IAS ജനം ലക്ഷക്കണക്കിന് ജനം IAS അപേക്ഷിക്കുന്നു. അവിടെ എത്ര പോസ്റ്റ് ഉണ്ട്? PSCക്ക് ലക്ഷക്കണക്കിന് ആൾക്കാർ അപേക്ഷിക്കുന്നു. അവിടെ എത്രയുണ്ട്? വളരെ ലിമിറ്റഡ് ആയിട്ടേ ഉള്ളൂ, വളരെ ലിമിറ്റഡ് ആയിട്ട്. ഇവിടെ യാതൊരു ലിമിറ്റേഷനും ഇല്ല. ഇവിടെ വളരെ അധികം പേർക്കാർക്ക് എത്ര പേര് വരുന്നു അത്ര പേർക്കും ഉണ്ട്. അങ്ങനെ ഒരു ബിസിനസ് അവസരം തന്നെ വേറെ ലോകത്ത് എവിടെയുള്ളതായിട്ട് ഞാൻ കാണുന്നില്ല. എത്ര പേര് വന്നാലും ഇവിടെ സാധ്യതയുണ്ട്. എത്ര വലുതായിട്ട് ആഗ്രഹിച്ചാലും അതിന് തക്കവണ്ണം സാധ്യതയുണ്ട്. ഇന്ന് ഈ ബിസിനസ്സിൽ എന്നെ പോലെയുള്ള ഒരാൾ എന്നെ പോലെ എന്ന് പറയാനില്ല, എന്നെക്കാട്ടിലും കുറച്ച് സീനിയറാണ് ബിസിനസ്സിൽ വന്ന കണക്കിന്. മറ്റേത് നിലയ്ക്ക് നോക്കിയാലും എന്നെ പോലെ തന്നെയോ അല്ലെങ്കിൽ എന്നെക്കാളും കുറച്ച് താഴെത്തട്ടിലുണ്ടാവാം. 1,18,00,000 വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എൻ്റെ സ്പോൺസർ 65 ലക്ഷം രൂപയാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് അവർ വാങ്ങിക്കണം ചോദിച്ചാൽ അവർക്ക് ആഗ്രഹിക്കാൻ കഴിഞ്ഞു, അതുകൊണ്ട് അവർ വാങ്ങിക്കുന്നു. നിങ്ങൾക്ക് ആഗ്രഹിക്കാൻ കഴിയുമോ? പിന്നെ ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടായിപ്പോയാൽ അതിനനുസരിച്ചുള്ള പ്രവർത്തനം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവും. പ്രവർത്തനം റിസൾട്ട് കൊണ്ടുവരും. അപ്പോൾ ആഗ്രഹം വലുതാണെങ്കിൽ പ്രവർത്തനം കൂടുതലായിരിക്കും, അതിനനുസരിച്ച് റിസൾട്ടും കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങളുടെ മുൻപിലെ അനന്തമജ്ഞാതം അവർണ്ണനീയമായിട്ടുള്ള അവസരമാണ് നിൽക്കുന്നത്. അത് പ്രയോജനപ്പെടുത്താൻ ഒരു ടൈം ലിമിറ്റ് 6, 7, 8 തീയതികളിലാണ് പ്രോഗ്രാം എന്നുള്ളത് കൊണ്ട് അത് പ്രയോജനപ്പെടുത്താൻ നിങ്ങൾ പെട്ടെന്ന് ആക്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. അത് വളരെ റിസൾട്ട് കിട്ടുന്നതും വളരെ കുറഞ്ഞ പ്രവർത്തനം കൊണ്ട് കാര്യമാണ്. ഇപ്പോൾ വിവാഹ ക്ഷണക്കത്തൊക്കെ വളരെ നന്നായിട്ട് 3 മാസം മുമ്പ് അടിച്ച് തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിലും 15 ദിവസം മുമ്പ് അത് പുറത്തേക്ക് കൊടുക്കാറുള്ളൂ. 3 മാസം മുമ്പ് വിവാഹ ക്ഷണക്കത്ത് കൊടുത്താൽ അവർ വിവാഹത്തിന് എത്താറില്ല, അവരത് മറന്നുപോകും. അതുകൊണ്ട് 3 മാസം മുമ്പ് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും ഒരു 15 ദിവസം മുമ്പ് മാത്രമേ അത് എടുക്കുള്ളൂ. ക്ഷണിച്ചാൽ ആൾക്കാർക്ക് ഓർമ്മയുണ്ടാവണം. അപ്പോൾ ഈ നടക്കുന്ന പ്രോഗ്രാമിന് അടുത്താണ്, തൊട്ട് മുമ്പാണ് അതിൻ്റെ പ്രവർത്തനം പറഞ്ഞിട്ടുള്ളത്. ഇവിടെ വളരെ കുറച്ച് സമയമുള്ളൂ. നിങ്ങൾ ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഇനി 24 മണിക്കൂറോ 34 മണിക്കൂറോ 36 മണിക്കൂറോ ഉള്ളൂ. അപ്പോൾ 36 മണിക്കൂറേ പ്രവർത്തിക്കണ്ടോ? പക്ഷെ ആ പ്രവർത്തനം കൊണ്ട് ഉണ്ടാവുന്ന റിസൾട്ട് നിങ്ങൾ 3 മാസം കൊണ്ട് പ്രവർത്തിച്ചതിനേക്കാളും കൂടുതൽ റിസൾട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം 3 മാസം മുമ്പ് ഇൻവിറ്റേഷൻ കൊടുത്താൽ അയാളത് മറന്നുപോയിട്ടുണ്ടാവും. അതേ സ്ഥാനത്ത് ജസ്റ്റ് അതിൻ്റെ തലേന്ന് ഒരാഴ്ച മുമ്പൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ റിസൾട്ട് കൂടുതലാണ്. സമയം കുറച്ചേ ഉപയോഗിച്ചുള്ളൂ, പ്രവർത്തിച്ചുള്ളൂ, റിസൾട്ട് കൂടുതലാണ്. അതാണ് ഇപ്പം നിങ്ങളുടെ മുമ്പിലുള്ള അവസരം. ഇനി 36 മണിക്കൂറേ ഉള്ളൂ, 36 മണിക്കൂർ. അപ്പം അതുകൊണ്ട് വളരെ കുറച്ച് സമയം പ്രവർത്തിക്കാനുള്ളൂ, വളരെ കൂടുതൽ റിസൾട്ട് ഉണ്ടാവുന്നതാണ്. ഉത്തിഷ്ഠത, ജാഗ്രത. ഇപ്പോൾ ഉണരുക, പ്രവർത്തിക്കുക. ഓക്കെ, ഈ 3 EDS പരമാവധി പ്രയോജനപ്പെടുത്തുക. ഓക്കെ, ഏറ്റവും നന്നായിട്ട് ആഗ്രഹിക്കുക, ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുക, ഏറ്റവും നല്ല ലെവലിലെത്തുക. നമുക്ക് അവിടെ വെച്ച് മീറ്റ് ചെയ്യാം സ്റ്റേജിൽ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഭരതേട്ട. കാരണം നമുക്ക് എല്ലാവർക്കും ഒരുപാട് അറിവുകളാണ് കാരണം ഭരതേട്ടനിൽ നിന്ന് നമുക്ക് കിട്ടിയത്. നമ്മുടെ ഇനി വരുന്ന 3 EDSനെ കുറിച്ച്, എന്റർപ്രണർ ഡെവലപ്മെന്റ് സെമിനാറിനെ കുറിച്ച് ഭരതേട്ടൻ വളരെ നല്ല രീതിയിൽ ഈ ഒരു സെമിനാറിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിൽ നമ്മളും നമ്മുടെ ടീമിൽ നിന്ന് നമ്മള് വ്യക്തികളെ അറ്റൻഡ് ചെയ്യിക്കുകയാണെങ്കിൽ ഈ ബിസിനസ്സിൽ എങ്ങനെ എത്രയും പെട്ടെന്ന് ഒരു ഹയർ പീനിലേക്കൊക്കെ മാറാം എന്ന് നമ്മളെ വളരെയധികം നല്ല രീതിയിൽ തന്നെ, അത് വളരെ വ്യക്തമായിട്ട് തന്നെ ഭരതേട്ടൻ അത് പറഞ്ഞത്. അപ്പൊ നമ്മള് ഈ ഫംഗ്ഷനിലാണ് നമുക്ക് ഈ പറഞ്ഞ 4 കാര്യങ്ങൾ: നോളജ്, ബിലീഫ്, കോൺഫിഡൻസ്, എക്സൈറ്റ്മെന്റ്. നമുക്ക് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള 4 കാര്യങ്ങൾ. ഈ ബിസിനസ് നമ്മുടെ ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ നമുക്ക് വിജയിക്കാൻ വേണ്ട 4 കാര്യങ്ങളാണ് നോളജ്, ബിലീഫ്, കോൺഫിഡൻസ്, എക്സൈറ്റ്മെന്റ്. ഇത് 4ഉം നമുക്ക് കിട്ടുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മുടെ EDS എന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്രോഗ്രാം. നമ്മളൊരു തീരുമാനം എടുക്കുക, നമ്മൾ ഓരോരുത്തരും എത്ര വ്യക്തികളെ അല്ലെങ്കിൽ നമ്മുടെ ടീമിൽ നിന്ന് എത്ര വ്യക്തികളെ അറ്റൻഡ് ചെയ്യിപ്പിക്കണം എന്നൊരു ശക്തമായ തീരുമാനം എടുത്താൽ
അവരെയും വിജയിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരിൽ നല്ലൊരു തീരുമാനം എടുപ്പിക്കാൻ നമുക്ക് സാധിക്കുന്ന ഒരു പ്രോഗ്രാമാണ് EDS. ഇവിടെ ഇരിക്കുന്ന വിജയിച്ചിട്ടുള്ള എല്ലാവരും, ഭരതേട്ടൻ പറഞ്ഞു, ഭരതേട്ടൻ പോലും വളരെ അകലെ പോയിട്ടാണ് EDS അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. നമുക്കൊക്കെ എന്ന് വെച്ചാൽ ഇന്ന് ഭാഗ്യം കൊണ്ട് നമുക്ക് തൊട്ടടുത്ത നമ്മുടെ ചുറ്റുപാടുകളിൽ തന്നെ നമ്മുടെ പരിസരത്തുള്ള ഏരിയയിൽ തന്നെ പോയി നമുക്ക് EDS അറ്റൻഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഇന്ന് വളരെ ഒരു ഭാഗ്യം തന്നെ. അവിടെ വിന്നിംഗ് ടീമും വെസ്റ്റേജുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമ്മുടെയും നമ്മുടെ കൂടെ വരുന്നവരെയും ഈ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ നോളജും ബിലീഫും എക്സൈറ്റ്മെന്റ് ഒക്കെ വളർത്താനും അതിലൂടെ ഒരു നല്ല ടീം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് എന്തുകൊണ്ട് ബിൽഡ് ചെയ്യാനും അതിലൂടെ നമ്മുടെ കൂടെ വരുന്നവരെ വിജയിപ്പിച്ചുകൊണ്ടും നമ്മുടെ വരുമാനം കൂട്ടാനും അവർക്കും ഒരു വരുമാനം നേടിക്കൊടുക്കാനും സാധിക്കുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഇനി നമുക്ക് അധികം ദിവസങ്ങളില്ല, നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ദിവസങ്ങളാണ്, ഇനി സമയമാണ്. അപ്പൊ ആ സമയം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് EDS എന്ന ഈ ഒരു മഹാ സംഭവത്തെ അല്ലെങ്കിൽ പ്രോഗ്രാമിനെ നമ്മുടേതാക്കി മാറ്റുക എന്നുള്ളതാണ്. നമ്മളൊരു തീരുമാനം എടുക്കുക, ശക്തമായ തീരുമാനം എടുക്കുക. നമ്മൾ ഓരോരുത്തരും അവിടെ ഉണ്ടാവും, നമ്മുടെ കൂടെ കുറച്ച് വ്യക്തികളെ നമ്മളും കൊണ്ടുപോവുക. ആ ഒരു ശക്തമായ ഒരു തീരുമാനം എടുക്കുക, നമ്മളൊരു തീരുമാനം എടുക്കുക, ഞാൻ അവിടെ ഉണ്ടാവും എന്നുള്ള ശക്തമായ തീരുമാനം. അങ്ങനെ ഓരോ വ്യക്തികളും നമ്മൾ ഓരോരുത്തരും ശക്തമായ തീരുമാനങ്ങൾ എടുക്കുക. അവിടെ നിന്ന് നമ്മുടെ ബിസിനസ് ഗ്രോ ചെയ്യാനും നമുക്കും നമ്മുടെ കൂടെ വരുന്നവർക്കും. അപ്പോ ഒരു നല്ലൊരു ശക്തമായ തീരുമാനം ഇന്ന് ഭരതേട്ടന്റെ ഈ പ്രോഗ്രാമിലൂടെ നമുക്ക് എല്ലാവർക്കും തീരുമാനം എടുക്കാനും EDS പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനും അതിലൂടെ നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങളും മറ്റു വ്യക്തികളിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ. ഇന്നത്തെ ഈ പ്രോഗ്രാം EDS എന്നുള്ള ഈ പ്രോഗ്രാമിനെ കുറിച്ച് വളരെ നല്ല രീതിയിൽ തന്നെ ഭരതേട്ടൻ നമുക്ക് എല്ലാവർക്കും അറിവ് പകർന്നു തന്നു. അതിനെല്ലാവരും പേരിന് ഭരതേട്ടന് പ്രത്യേകം നന്ദി പറയാണ്. അപ്പോ നമുക്ക് ഈ പ്രോഗ്രാം സമയം